എഡ്യൂക്കേഷൻ അക്കൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറ്റഗറി 1-ലുള്ള 2025-26 അക്കാഡമിക് ഇയറിൽ UGC അംഗീകാരമുള്ള തമിഴ്നാട്ടിലെ സർവകലാശാലകളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട് SRM ഇൻസ്റ്റിറ്റ്യൂട്ട് 11 കോഴ്സിനാണ് UGC അംഗീകാരമുള്ളത്. രണ്ടാമതായിട്ട് മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റി 38 കോഴ്സിനാണ് അംഗീകാരമുള്ളത്. മൂന്നാമത് അളഗപ്പ യൂണിവേഴ്സിറ്റി 34 കോഴ്സിന് അംഗീകാരമുണ്ട്. ഈ കാറ്റഗറി 1-ൽ ഉള്ള ഒരു പ്രശ്നമുണ്ട്. 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ കഴിയുമ്പോൾ ഈ ലിസ്റ്റിലുള്ള സർവകലാശാലകളെല്ലാം അപ്രതീക്ഷിതമാവും. എന്ന് വെച്ചാൽ UGC ആ സർവകലാശാലകൾ എടുത്ത് കളയും. നിങ്ങൾ ഈ കാറ്റഗറി 1-ൽ നോക്കുമ്പോൾ തന്നെ അറിയാം, 2023-24, 24-25, 25-26 അക്കാഡമിക് ഇയർ മാത്രമേ ഈ കാറ്റഗറി 1-ലുള്ളൂ. 2019 മുതൽ 2022-23 അക്കാഡമിക് ഇയർ വരെയുള്ള ലിസ്റ്റ് UGC എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഈ 2019 മുതലാണ് കാറ്റഗറി 1 നിലവിൽ വന്നത്. 2019-ലെ അളഗപ്പ യൂണിവേഴ്സിറ്റിക്കാണ് ആദ്യമായിട്ട് കാറ്റഗറി 1 ലിസ്റ്റിൽ വന്നത്. UGC അംഗീകാരം കൊടുത്തത് കാറ്റഗറി 1-ൽ ഉൾപ്പെടുത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ, 2019 മുതൽ 2022-23 അക്കാഡമിക് ഇയർ വരെയുള്ള ലിസ്റ്റ് UGC ലിസ്റ്റിലില്ല. അതായത് കാറ്റഗറി 1 ലിസ്റ്റിലില്ല. അതുകൊണ്ട് അതുമുതൽ പഠിച്ചവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ്. കാര്യം അവരൊരു ജോലി സംബന്ധിച്ച കാര്യത്തിന് പോയാലും പ്രൂഫില്ല. കാറ്റഗറി 1-ൽ അവർ പഠിച്ച യൂണിവേഴ്സിറ്റി എങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കും? അവർക്ക് ലിസ്റ്റിലുണ്ടെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ലിസ്റ്റിലില്ല. കാറ്റഗറി 1-നെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ നോക്കാവുന്നതാണ്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നേരെ വീഡിയോയിലോട്ട് പോകും. ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക എല്ലാവരും. കാറ്റഗറി 1 എന്ന് പറഞ്ഞാൽ റിസ്ക് പിടിച്ച ഒരു വെബ്സൈറ്റാണ്. അതിലുള്ള യൂണിവേഴ്സിറ്റി, എക്സാമ്പിൾ കാമരാജ്, അളഗപ്പ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകണമെങ്കിൽ അതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ കയ്യിൽ വെച്ചിരിക്കണം. സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ തേർഡ് ഇയർ ആവുന്ന സമയത്ത് കാറ്റഗറി 1-ൽ ആ PDF ലിസ്റ്റ് കാണണമെന്ന് നിർബന്ധമില്ല. എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, 2019 മുതൽ 2022 വരെ ഉള്ള ലിസ്റ്റെല്ലാം അപ്രതീക്ഷിതമായിരിക്കുകയാണ്.